വീണ്ടും നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ രാഷ്ട്രീയ വിവാദങ്ങളിലൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ മരണം, ഇതെല്ലാം വലിയ പ്രചാരണത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടത്തിയിരിക്കുകയാണ് ഈ വിഷയങ്ങളെല്ലാം തന്നെ. നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ നിൽക്കുന്നു. UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചാരണം 3ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാനിരിക്കെ അമരമ്പലം പഞ്ചായത്ത് പര്യടനത്തിലാണ് LDFന്റെ സ്ഥാനാർത്ഥി M സ്വരാജ് ഉള്ളത്. മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിൽ വോട്ടർമാരെ വിലക്കെടുക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ ആരോപിക്കുന്നു. നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലമും ടീമും ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. അസ്ലം, മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു പ്രചാരണം എന്നുള്ളതാണ്. ആ ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം അനന്തുവിന്റെ മരണം ഉണ്ടായത്. അത് കൂടുതലായിട്ട്, അതായത് രാഷ്ട്രീയ ചർച്ചകൾ അത്രയും ദിവസം നടന്നിരുന്നു. ഓരോ ഘട്ടത്തിലും ഓരോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് അവിടെ മുന്നണികൾ തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അനന്തുവിന്റെ വിഷയം കൂടി വന്നപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ കയ്യിൽ നിൽക്കാത്തതുപോലെ മുന്നണികൾക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ലേ? എങ്ങനെയാണ് 3ാം ഘട്ടത്തിന്റെ തുടക്കം? ധന്യ, നിലമ്പൂരിൽ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ വന്നു വീഴുകയാണ്. അത് രാഷ്ട്രീയ ചർച്ചയായി വികസിക്കുകയാണ്. അതിനെ രണ്ട് പക്ഷമല്ല, ഒരു പക്ഷേ സ്വന്തം സ്ഥാനത്ത് PV അൻവർ ഉൾപ്പെടെ അതിനെ ഏതോ അർത്ഥത്തിൽ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. നമ്മൾ ഏറ്റവും പുതിയ കാര്യം എന്ന് പറയുന്നത് അനന്തുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവമാണ്. ആ സംഭവത്തെ നമ്മുടെ ഒപ്പം സെയ്ഫും ഉണ്ട്, ഷെബീറും ഉണ്ട്. നമുക്ക് നോക്കാം. ആ സംഭവം യഥാർത്ഥത്തിൽ ആദ്യം UDF ആണ് അത് രാഷ്ട്രീയമായി മുതൽക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, രാത്രി അന്ന് പ്രതിഷേധം നടക്കുന്നു. പിന്നീട് അത് സർക്കാരിന്റെ ഒരു കെടുകാര്യസ്ഥ എല്ലാം തിരിച്ചറിയുന്നവർ അല്ല, ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചറിയുന്നുണ്ട് അത്. അതെ, LDF നമുക്കിപ്പോൾ ഞാനും അസ്ലമുക്കായും ഉണ്ട്. രാത്രി ഏതാണ്ട് 1:30 വരെ നമ്മൾ ആ റോഡിന്റെ തെരുവിൽ തന്നെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ സർക്കാരിനെതിരെ പ്രതിഷേധമായി മാറുന്നു. പക്ഷെ പിന്നീട് വീഴ്ച സംഭവിച്ചത് മറ്റേതോ തരത്തിലാണ് എന്ന് LDFന്റെ പ്രവർത്തകർ വന്ന് പറയുന്നു. അതിനുശേഷം LDF ഒരു അറ്റാക്കിംഗ് മോഡിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് വഴിക്കടവ് പഞ്ചായത്തിലേക്ക് LDFന്റെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവിടെ വിജയരാഘവൻ വന്ന് രൂക്ഷമായ ഭാഷയിലാണ് UDFനെതിരായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അവർ കമ്മ്യൂണിസ്റ്റുകാർ പന്നിയിറച്ചി കച്ചവടം ചെയ്യുന്ന ആൾക്കാരല്ല, അത് കോൺഗ്രസ്സുകാരാണ് എന്ന തരത്തിലുള്ള പരിഹാസം, രൂക്ഷമായ വിമർശനങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കഴിഞ്ഞ ഏതാണ്ട് ഒരു 24 മണിക്കൂർ ചർച്ച ചെയ്തപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അറിയാം, UDF അത് അതേപോലെ ഉപയോഗിക്കുന്നു. അത് ഒട്ടും വിടാതെ തന്നെ ഇവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോ LDF കാരണം ആദ്യം UDF ആണത് രാഷ്ട്രീയമായി മുതലെടുത്തുകൊണ്ട് അതിനെ കൃത്യമായി എതിർക്കാൻ കഴിഞ്ഞു. അതേസമയം വനം മന്ത്രിയുടെ ആ ഒരു പ്രസ്താവന ഒന്നോടുകൂടി UDFന് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള അവസരം കിട്ടിയോ? ശരിക്കും അതിൽ ഈ പറഞ്ഞതുപോലെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ വിജയരാഘവൻ പ്രസ് മീറ്റ് നടത്തിയിരുന്നു. അതിൽ കൃത്യമായിട്ട് തന്നെ UDFനെതിരെ നേരിട്ടുള്ളൊരു അറ്റാക്കായിരുന്നു. അതിൽ പ്രത്യേകം വിജയരാഘവൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ് ഇതിന് പിന്നിൽ മുഴുവൻ പ്രവർത്തിച്ചത്. അതായത് ഈ പ്രതി കോൺഗ്രസ് ബന്ധമുണ്ട്, ആ പഞ്ചായത്ത് UDF ഭരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കോൺഗ്രസിനും UDF ഭരിക്കുന്ന പഞ്ചായത്തിനും വീഴ്ച പറ്റിയെന്നൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാനുള്ള ശ്രമിക്കുന്നതിനാണ് വനം മന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. അപകടത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്നുള്ള പ്രസ്താവന കൃത്യമായിട്ട് CPMനും LDFനും ആ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലായിപ്പോയി. അത് പിന്നീട് കോൺഗ്രസ് അത് ഏറ്റുപിടിക്കുകയും അതിലൂന്നിയുള്ള പ്രചാരണം പിന്നീട് വനം മന്ത്രിയുടെ പ്രസ്താവന തെറ്റായിപ്പോയി. ഈ ചർച്ചയൊക്കെ മാറി വനം മന്ത്രിയുടെ പ്രസ്താവന ദുഷ്ടലാക്കോടെയാണ് ആ നിലയ്ക്ക് പ്രചാരണം നടന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം, PV അൻവർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ഒന്ന് വനം. അപ്പോൾ ഇത് ശരിക്കും ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പോലും ആ ഇഷ്യൂ ചർച്ച ഉയർത്താൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൽ തീർച്ചയായും ഈ PV അൻവർ പല രാഷ്ട്രീയ നേതാക്കൾ അവിടെ പോയി, ആ വീട്ടിൽ പോയി അല്ലേ, അന്ന് തന്നെ പോയി. അപ്പം അന്ന് PV അൻവർ പോയപ്പോൾ പ്രത്യേകമായ ഒരു ആൾക്കൂട്ടം അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഒരാൾ പ്രദേശവാസി പ്രതികരണത്തിൽ പറയുന്നുണ്ട് പറഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് ഇപ്പോൾ ഞാൻ കമന്റ് ബോക്സ്, നമ്മൾ പല വീഡിയോസിലും കമന്റ് ബോക്സ് നോക്കുമ്പോൾ PV അൻവർ ഉയർത്തിയ വിഷയം നേരത്തെ പറഞ്ഞു PV അൻവറിനാണ് പിന്തുണയ്ക്കേണ്ടത്. ആ നിലയ്ക്ക് ഒരു പിന്തുണ ഈ വിഷയത്തിൽ, നേരിയ ഒരു പിന്തുണ ഈ വിഷയത്തിൽ PV അൻവർ. ഈ വഴിക്കടവ് പഞ്ചായത്തിന്റെ നമ്മൾ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കാണാത്ത അൻവറിനോടുള്ള സ്നേഹമുള്ള കുറെ ആൾക്കാർ വഴിക്കടവ് പഞ്ചായത്തിലുണ്ടെന്നൊരു ഫാക്റ്റാണ് കേട്ടോ. അത് വസ്തു, അങ്ങനെ ഒരു ഫാക്ട് അതറിയത്തില്ല. പക്ഷേ അൻവറിനോടുള്ള 7 പഞ്ചായത്തിൽ നമ്മൾ പോയി, നഗരസഭയിലും പോയി. പക്ഷേ ഈ 6 പഞ്ചായത്തിലും നഗരസഭയിലും ഇല്ലാത്തൊരു സ്നേഹം വഴിക്കടവിലെ കുറച്ച് ജനങ്ങൾക്ക് അൻവറിനോടുണ്ട്. അത് വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന EA സുഗു ആണ് ഇപ്പം അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. അപ്പൊ ആ നിലയ്ക്ക് വഴിക്കടവ് പഞ്ചായത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ അൻവർ ആദ്യം പോയത്, വോട്ട് തേടി ആദ്യം പോകുന്നത് കാലിച്ചന്തയിലാണ്. അവിടെ പോയി അപ്പൊ അവിടെ കുറെ വഴിക്കടവുകാരെ നമ്മൾ കണ്ടു. അവരൊക്കെ അൻവറാക്കാനെ പിന്തുണക്കുന്നവർ, ആ നിലയ്ക്ക് പ്രതികരിക്കുന്നവരാണ്. സ്വാഭാവികമായിട്ടും ആ ഒരു സാഹചര്യം ഇപ്പോൾ LDF UDF ആറിൽ ഉപയോഗപ്പെടുത്തുന്നു, LDF അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അൻവറും പരമാവധി അതിൽ നിന്ന് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആ വിഷയം അത്യാവശ്യം കഴിഞ്ഞ 2 ദിവസമായി സജീവ ചർച്ചയായിരിക്കുന്നത് ആ വിഷയം തന്നെയാണ്. അതേസമയം ഇനി അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല തന്നെയാണ്.